Hi all, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, consider the following table. അപ്പോൾ നമുക്ക് ടേബിൾ ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. അതിൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് വൈസ് നമ്മൾ ഫ്രീക്വൻസീസ് പറയുകയാണെങ്കിൽ 0 to 10 5, then 10 to 28, 20 to 30 15, 30 to 40 16, then 40 to 50 6. ഇതിൽ നിന്ന് ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ടേബിളും കൂടി വരയ്ക്കാം. നമുക്ക് ഫോർമുലയ്ക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഡാറ്റ അഗെയിൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്, പിന്നെ അത് മാത്രമല്ല ഫ്രീക്വൻസി, അത് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ക്ലാസ് വൈസ് ഫ്രീക്വൻസി മെൻഷൻ ചെയ്തു, ഫസ്റ്റ് ആൻഡ് തേർഡ് കോളംസ്. സെക്കൻഡ് കോളത്തിൽ നമ്മൾ മിഡ് വാല്യൂ, അതായത് മിഡ് വാല്യൂ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ അതിന്റെ ജസ്റ്റ് മിഡിൽ വാല്യൂ, അത് നമ്മൾ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് x1, നെക്സ്റ്റ് വൺ x2 അങ്ങനെ. ഓക്കെ, x1 x2 എക്സെട്ര. സോ ക്ലാസ് വൈസ് നമ്മൾ മീൻ വാല്യൂ, മിഡിൽ വാല്യൂ എഴുതാം. സോറി, മീൻ വാല്യൂ അല്ല, മിഡിൽ വാല്യൂ എഴുതാം. അപ്പോൾ 0 to 10 ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ വാല്യൂ 5, അഗെയിൻ 10 to 20യുടെ മിഡിൽ വാല്യൂ 15, അതുപോലെ 20 to 30 25, 30 to 40 35, 40 to 50 45. ക്ലിയർ ആയല്ലോ. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 8 15 16 6 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ഓഫ് ദിസ് ഫ്രീക്വൻസി, അതായത് ക്യാപിറ്റൽ എൻ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് നമുക്ക് 50 കിട്ടും, അത് ക്യാപിറ്റൽ എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മൾ യു ഐ എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമ്മൾ ഇനി ഇവിടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ ആവശ്യമുള്ളത്. സോ യു ഐ എന്ന് പറയുന്നത്, സോ യു ഐയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് യു ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ഹെച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ u1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ x1 മൈനസ് എക്സ് ബാർ ബൈ ഹെച്ച് ചെയ്താൽ മതി. അതിൽ ഈ ഹെച്ച് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വിഡ്ത്ത് ഓഫ് ദി ഇന്റർവെൽ ആണ് അല്ലെ. ഇപ്പോൾ ഈ 0 to 10 എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി ഇന്റർവെൽ എന്ന് പറയുന്നത് 10 ആണ്. ക്ലിയർ ആയല്ലോ. അതുപോലെ 10 to 20 അഗൈൻ ദാറ്റ് വിഡ്ത്ത് ഓഫ് ദി ഇന്റർവെൽ എന്താ? 10 ആണ്. സോ അതാണ് ഹെച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി എക്സ് ബാർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ അസ്യൂം ചെയ്യുന്ന മീൻ ആണ്. ഇവിടെ ഇപ്പോൾ അസ്യൂം ചെയ്യുന്ന മീൻ നമ്മൾ ഏതായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇതിലിപ്പോ 5 15 25 35 45 ഇതാണ് എക്സ് ഐയുടെ വാല്യൂസ്. അപ്പൊ അതിലെ ആവറേജ് വാല്യൂ നമ്മൾ 25 എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ എക്സ് ബാറിന്റെ വാല്യൂ 25 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് u1 കണ്ടുപിടിക്കാം. അപ്പൊ u1 ഇസ് ഈക്വൽ ടു x1. x1 എന്ന് പറയുന്നത് എന്താ? 5 ആണ്. സോ 5 മൈനസ് എക്സ് ബാർ ഞാൻ പറഞ്ഞു 25 ആണ്. ഇനി ഡിവൈഡഡ് ബൈ ഹെച്ച് എന്ന് പറയുന്നത് എന്താ? ആ ക്ലാസ് ഇന്റർവെലിന്റെ വിഡ്ത്ത്, ദാറ്റ് ഈസ് 10. അപ്പോൾ 5 മൈനസ് 25 എന്ന് പറയുന്നത് എന്താ? മൈനസ് 20 ആണ്. ഈ മൈനസ് 20 ബൈ 10 എന്ന് പറയുന്നത് -2 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ യു ഐ വാല്യൂസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ബാക്കി വാല്യൂസ് u2 u3 u4 u5 എന്ന് പറയുന്നത് ഈ 5 വാല്യൂസും കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ. ഇനി എഫ് ഐ ഇൻറ്റു യു ഐ, ഈ 2 കോളംസും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് തേർഡ് ആൻഡ് ഫോർത്ത് കോളംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5th കോളം കിട്ടും. ക്ലിയർ ആയല്ലോ. ഇതൊക്കെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫ് ഐ ഇൻറ്റു യു ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഐ യു ഐ എന്നുള്ള കോളം കിട്ടും. എന്നിട്ട് അതിന്റെ സമ്മേഷൻ ലാസ്റ്റ് കാണാം, സിഗ്മ എഫ് ഐ യു ഐ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. സോ നമുക്ക് 10 വാല്യൂ കിട്ടും. ഇനി യു ഐ സ്ക്വയർ വേണം. സോ ജസ്റ്റ് ആ യു ഐ കോളത്തിന്റെ സ്ക്വയർ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, 41014. അഗൈൻ എഫ് ഐ ഇൻറ്റു യു ഐ സ്ക്വയർ, ഇപ്പൊ യു ഐ സ്ക്വയർ കിട്ടിയില്ലേ, അത് ഇൻറ്റു എഫ് ഐയുടെ കോളം കറസ്പോണ്ടിങ് ടേംസ് കേട്ടോ, കറസ്പോണ്ടിങ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫൈനലി ആ സിഗ്മ, ആ കോളത്തിന്റെ ടോട്ടൽ വാല്യൂ, ഓക്കെ, സിഗ്മ എഫ് ഐ യു ഐ സ്ക്വയർ, അതെന്താ? 68. ഇത് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള വാല്യൂസ്, പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മീൻ ആണ്. അപ്പോൾ മീൻ ഫ്രം, അതായത് നമ്മൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ബൈ എൻ ഇൻറ്റു ഹെച്ച്, ഇതാണ് ഫോർമുല. സോ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി 25 പ്ലസ്, അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? 25 ആണ് അല്ലെ. സോ 25 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 10 ആണ്. സോ ഇവിടെ 10 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് വാല്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ 5 ഇവിടെ 2 വരും അല്ലെ, 25 പ്ലസ് 2 വരും, ദാറ്റ് ഈസ് 27 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ വേരിയൻസ്, സിഗ്മ എഫ് ഐ യു ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഐ യു ഐ ബൈ എൻ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയാലും ഇത് രണ്ടും 2 വാല്യൂസ് ആണ്. ഫസ്റ്റ് കേസിൽ സിഗ്മ എഫ് ഐ യു ഐ സ്ക്വയർ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ എൻ മൈനസ്
സിഗ്മ എഫ് ഐ യു ഐ അതിന് സെപ്പറേറ്റ് കോളം ഉണ്ട്, അത് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ n ഹോൾ സ്ക്വയർ ആണ് കേട്ടോ, ഫോർമുല തെറ്റിപ്പോരുത്. ഇൻറ്റു ഹെച്ച് സ്ക്വയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഓരോ ടേംസും കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 68 ഡിവൈഡ് ബൈ 50 മൈനസ് 10 by 50 ഹോൾ സ്ക്വയർ ഇൻറ്റു 10 സ്ക്വയർ. അപ്പോൾ ഹെച്ച് നമുക്ക് വാല്യൂ അറിയാം, എല്ലാം ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ വിഡ്ത്ത് എന്താ 10 ആണ്. സോ ഇവിടെ 68 by 50 minus 10 by 50 whole square into 10 square എന്ന് പറയുന്നത് 34 by 25 minus 1 by 25 into 100, that is 33 by 25 into 100. അപ്പോൾ 25 100 പോയി കഴിഞ്ഞാൽ 4, അപ്പോൾ 33 into 4 എന്താ 132. അപ്പോൾ നമുക്ക് വേരിയൻസ് 132 കിട്ടി. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. റൂട്ട് 132, that is 11.49 ആണ് ആൻസർ. ഇതേപോലെ തന്നെയാണ് ഇനി ഇവിടെ ജസ്റ്റ് നമുക്ക് അഗെയിൻ ഈ പ്രോബ്ലം ഇതേപോലെ ഇവാലുവേറ്റ് നമുക്ക് വേറെ ഒരു ജസ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് പോലെ കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ ക്ലാസസ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഇവിടെ അഗെയിൻ ഓരോന്നിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 തന്നെയാണ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. നമുക്ക് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന അതേപോലെ രണ്ട് കോളംസ് ക്ലാസും ഫ്രീക്വൻസിയും ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എക്സ് ഐ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ ഒരു ഇന്റർവെലിന്റെ മിഡിൽ വാല്യൂ, ഓക്കെ, അതാണ് 5. ഇപ്പോൾ 10 to 20 നമുക്ക് 15 ആണ്. അങ്ങനെ കറസ്പോണ്ടിങ് ബാക്കി എല്ലാ വാല്യൂസ് എഴുതാം. നെക്സ്റ്റ് എക്സ് ഐ ഇൻറ്റു എഫ് ഐ, സെക്കൻഡ് ആൻഡ് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് കോളം കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിന്റെ സമ്മേഷൻ എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഫ് ഐയുടെ സമ്മേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ തന്നെ റെഡി നോട്ട് ചെയ്യുക. n = 50 കിട്ടി. നെക്സ്റ്റ് നമ്മൾ എക്സ് ഐ എഫ് ഐ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സമ്മേഷൻ സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് 1350 കിട്ടും. നെക്സ്റ്റ് എക്സ് ഐ സ്ക്വയർ കാണണം. അപ്പോൾ ജസ്റ്റ് എക്സ് ഐയുടെ ജസ്റ്റ് ഓരോ ടേംസിന്റെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് 5 സ്ക്വയർ 25 അങ്ങനെ. അതുപോലെ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഐ, ഇപ്പോൾ ഈ കിട്ടിയ ആ ഒരു കോളം ദെൻ ഇൻറ്റു എഫ് ഐ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ലാസ്റ്റ് ഫൈനലി സമ്മേഷൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ എന്ന് പറയുന്നത് 44450. ഇനി നമ്മൾ പാരാമീറ്റേഴ്സിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറെ മെത്തേഡ് എന്ന് പറയുന്നത് മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ എഫ് ഐ ബൈ എൻ ഇസ് ഈക്വൽ ടു ഈ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1350 by 50, ദാറ്റ് ഇസ് 27. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ 1 to n എക്സ് ഐ സ്ക്വയർ എഫ് ഐ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ ഇൻറ്റു മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 44,450 ഡിവൈഡഡ് ബൈ 50 മൈനസ് 27 സ്ക്വയർ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് എക്സ് ബാർ കിട്ടി, ഇതാണ് എക്സ് ബാർ മീൻ. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കാം, ശരിയല്ല? അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മീൻ വാല്യൂ നമുക്ക് കിട്ടി, അത് കാരണം വേരിയൻസിൽ നമ്മൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ബാർ എന്നുള്ളടത്ത് 27 കൊടുക്കാം. എക്സ് ബാർ സ്ക്വയർ ആയതുകൊണ്ട് 27 സ്ക്വയർ ആണ്. സോ നമുക്ക് വേരിയൻസ് 160 കിട്ടും. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത് 12.649. Next question, calculate the mean, variance and standard deviation for the following distribution. Class wise തന്നിട്ടുണ്ട്, frequency തന്നിട്ടുണ്ട്. Same process തന്നെ. Class fi, then xi, ഇതിന്റെ just middle value, then xi into fi ചെയ്യുക, xi square കാണാം, xi square into fi. നമുക്ക് ആവശ്യമുള്ളത് n കണ്ടുപിടിക്കുക, sigma fi, then sigma xi fi കണ്ടുപിടിക്കുക, അതുപോലെ sigma xi square fi കണ്ടുപിടിക്കുക. ഓക്കെ, സെയിം ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയി ഓരോ സ്റ്റെപ്പും പറയാത്തെ. മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ ഐ 1 to n എന്താ എക്സ് ഐ എഫ് ഐ ബൈ എൻ ആണ്. ദാറ്റ് ഇസ് 1350 ഡിവൈഡ് ബൈ 50, ദാറ്റ് ഇസ് 27. ഇനി ഈ 27 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ സ്ക്വയർ വേരിയൻസ് കിട്ടും, സിഗ്മ ഐ 1 to n എക്സ് ഐ സ്ക്വയർ എഫ് ഐ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ, അതായത് 43050 ബൈ 50 മൈനസ് 27 സ്ക്വയർ 132 കിട്ടും. ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കിട്ടും, അല്ല സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് 132, ദാറ്റ് ഇസ് 11.489. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ടേബിൾ ക്ലാസസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മീൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണണം. സോ അതിനാവശ്യമായിട്ടുള്ള ടേംസ് എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ക്ലാസും ഇതേപോലെ ക്ലാസ് മാർക്ക് എക്സ് ഐ മിഡിൽ വാല്യൂ നമ്മൾ എഴുതുക, ദെൻ എഫ് ഐ തന്നിട്ടുള്ളത് മെൻഷൻ ചെയ്യുക, ദെൻ യു ഐ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എസ്യൂം ചെയ്യുന്ന എസ്യൂംഡ് മീൻ ആണ്. എസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ ഈ എക്സ് ഐ മിഡിൽ വാല്യൂസ് അല്ലേ, അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇപ്പോൾ 65 കൺസിഡർ ചെയ്യേണ്ടി വരും.
ഓക്കെ, ഇത് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം ചെയ്യാം അല്ലെ. അപ്പൊ UI എന്ന് പറയുന്നത് എന്താ, അതായത് U1 എങ്ങനെ കണ്ടുപിടിക്കാം, x1 മൈനസ് എക്സ് ബാർ ബൈ h. അതായത് h എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇന്റർവൽ വിഡ്ത്ത് ആണ്, സോ 10 വരും. x1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് വാല്യൂ, അതായത് 35 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 65 ആണ്, ഡിവൈഡഡ് ബൈ 10. 35 മൈനസ് 65 നമുക്കറിയാം, മൈനസ് 30 ബൈ 10, ദാറ്റ് ഇസ് -3 ആണ് ആൻസർ കിട്ടുക. അതുപോലെ ബാക്കി എല്ലാം യു വാല്യൂസ് കണ്ടുപിടിക്കാം. ദെൻ അതിന്റെ Fi into UI, അതായത് ഈ രണ്ട് കോളംസ് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത കോളം കിട്ടും. എന്നിട്ട് അതിന്റെ സമ്മേഷൻ ചെയ്യുക. സിഗ്മ Fi UI is equal to -15. അഗൈൻ UI സ്ക്വയറും കാണാം, എന്നിട്ട് Fi UI സ്ക്വയർ കാണാം. എന്നിട്ട് അതിന്റെ സമ്മേഷൻ എടുക്കാം. സിഗ്മ Fi UI സ്ക്വയർ, ദാറ്റ് ഇസ് 105. സോ ഇവിടെ ഇനി ബാക്കി നമുക്ക് പാരാമീറ്റേഴ്സ് ആവശ്യമുള്ളത് കാണാം. ദാറ്റ് ഇസ് മീൻ ഇസ് ഈക്വൽ ടു a പ്ലസ് സിഗ്മ Fi UI ബൈ n ഇൻറ്റു h ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂംഡ് ആയിട്ടുള്ള മീൻ ആണ്. സോ 65 പ്ലസ് സിഗ്മ Fi UI എന്താ, -15 ഓൾറെഡി നമ്മൾ ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു h എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവൽ വിഡ്ത്ത് ആണ്, ദാറ്റ് ഇസ് 10. അപ്പോൾ നമുക്ക് 62 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ മെയിൻ വാല്യൂ നമുക്ക് കിട്ടി. ഇനി വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ Fi UI സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ്, ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 2 അല്ല, അത് സിഗ്മയാണ്. ഓക്കെ, 2 അല്ല, സിഗ്മ Fi into UI ഡിവൈഡ് ബൈ n ഹോൾ സ്ക്വയർ ഇൻറ്റു h സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ Fi UI -15 ആണ്. സിഗ്മ Fi into UI സ്ക്വയർ എന്ന് പറയുന്നത് 105. അപ്പോൾ 105 ഡിവൈഡ് ബൈ 50 മൈനസ് 15 ബൈ 50 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ മൈനസിന്റെ ഇതേപോലെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ഇൻറ്റു 10 സ്ക്വയർ പറഞ്ഞാൽ 100 ആണ്. സോ 21 by 10 മൈനസ് 9 by 100 ഇൻറ്റു 100, ദാറ്റ് ഇസ് 210 മൈനസ് 9 by 100 ഇൻറ്റു 100 എന്താ, 201. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താ, സിഗ്മ ബൈ എക്സ് ഇൻറ്റു 100 ആണ്. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച മീൻ വാല്യൂ ഇല്ലേ, 62. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ സിഗ്മ നമ്മൾ √201 കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറയുന്നത് 62 നമ്മൾ ഫസ്റ്റ് കേസിലെ മെയിൻ വാല്യൂ കണ്ടുപിടിച്ചു, ഇൻറ്റു 100, ദാറ്റ് ഇസ് 22.87 ആണ് ആൻസർ. താങ്ക് യു.